ഈ കേരള സർവകലാശാലയുടെ കാര്യം എടുത്താൽ ഇപ്പം ഞാൻ തന്നെ ഈ സമരം ചെയ്യുന്നത് കാണുമ്പോൾ ചില ആളുകൾ വന്ന് കമൻറ്റ് ചെയ്യുന്നതൊക്കെ കാണാം. ഇപ്പോൾ കോളേജ് പഠിക്കാൻ വിട്ടാൽ പോയി സമരം ചെയ്യുകയാണോ തല്ലിപ്പൊളിക്കുകയാണോ എന്നൊക്കെയുള്ള മട്ടിൽ ഈ യൂണിവേഴ്സിറ്റി നാക്ക് A++ ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. അത് ആ പിള്ളേർ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പിള്ളേർ കൂടി ചേർന്നിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലോ. അപ്പോൾ നാക്ക് A++ അക്രഡിറ്റേഷനുള്ള ഏറ്റവും മികച്ച റിസൾട്ട് തരുന്ന ഒരു സർവകലാശാല, ആ സർവകലാശാല ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഈ 4 ഇഞ്ച് പണിയെടുത്തിട്ടില്ലാത്ത ആളാണ് മോഹനൻ കുന്നുമ്മൽ. പുള്ളിക്ക് അവിടെ പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ അല്ല പണിയെടുത്തത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. ഇവിടെ ഇദ്ദേഹം ഈ സർവകലാശാലയെ ഇത്ര മഹത്തരമാക്കിയതിൽ, ഇത്ര ഗംഭീരമാക്കിയതിൽ ഒരു പങ്കാളിത്തവും ഈ പറയുന്ന മോഹനൻ കുന്നുമ്മലിനോ രാജേന്ദ്ര ആർലേക്കർക്കോ ഇല്ല. എന്നിട്ട് ഈ പുകിലന്മാരെന്ന് നമ്മുടെ നാട്ടിൽ പറയില്ലേ, എന്തെങ്കിലും അതായത് കുഴിത്തുരുമ്പ് പണിയെടുക്കുക എന്നുള്ള പണിയാണ് നിലവിൽ സമാധാനത്തിൽ പോകണം. അപ്പോൾ അവിടെ ഒരു ബോംബിട്ട് ആ മട്ടിലാണ് കാര്യങ്ങൾ. എന്താണ് ഇപ്പം ഈ സമരത്ത് നടക്കുന്നത്? കഴിഞ്ഞ തവണത്തെ യൂണിയനെ അധികാരമേക്കാൻ സമ്മതിച്ചില്ല പുള്ളി, കഴിഞ്ഞ തവണത്തെ യൂണിയനെ. അപ്പം അന്ന് തുടങ്ങിയ പുകിലാണ്, അന്ന് മുതൽ ഒപ്പിക്കുന്ന കുഴിത്തുരുമ്പിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇത് മാത്രമല്ല, ഇപ്പോൾ ഇത് എന്തൊക്കെയാണ് പ്രശ്നം? അവിടെ ഈ ഒരു കാവിക്കൊടിയേന്തിയ സ്ത്രീയുടെ രൂപം ഭാരതമാതാവാണ് എന്ന മട്ടിൽ അവതരിപ്പിക്കുകയും അതേ തുടർന്നുണ്ടായ പുകിലുകൾ എത്രത്തോളം വലുതാണ് സനീഷ്. ഒരു യൂണിവേഴ്സിറ്റിയിൽ വല്ല ആവശ്യമുള്ള കാര്യമാണോ, വല്ല ആവശ്യമുള്ള പുകിലാണോ അത്? അതിൻ്റെ പേരിൽ ആരൊക്കെ, മുഖ്യമന്ത്രി വരെ ഇടപെട്ട് ചർച്ച നടത്തേണ്ട അവസ്ഥ വന്നില്ലേ അവസാനം? ഗവർണറും മുഖ്യമന്ത്രിയും വലിയ ചർച്ചയാണ്. എന്തൊരവസ്ഥയാണ്! ഇതിനേക്കാളൊക്കെ എത്രയോ പക്വതയും വിവരവും ബുദ്ധിയുള്ളവരാണ് ഈ പിള്ളേര്. ആലോചിച്ച് നോക്കണം. ഇപ്പൊ ആരിഫ് മുഹമ്മദ് ഖാൻ മറ്റേ തോണിക്കാരന്റെ കഥ പറഞ്ഞ പോലെയായി. അല്ല, ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുമ്പോൾ എന്താണ് അദ്ദേഹം, അല്ല ഇതിലിപ്പോ ഗവർണറായിരുന്നു ഈ ബഹളം ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരൊറ്റ കാര്യം, അതായത് ഈ ഗവർണർ സത്യത്തിൽ ഇങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ഗവർണർ കേന്ദ്രത്തോട് ചെന്ന് പറയാം. അദ്ദേഹത്തിന്റെ നേതാവുള്ള നരേന്ദ്രമോദി അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഈ സർവകലാശാല ഏറ്റെടുക്കുമെന്ന് പറയാം. അതാണല്ലോ, അതായത് നിങ്ങൾ കേന്ദ്രം ഏറ്റെടുത്ത്. ഇപ്പൊ അങ്ങനെയാണല്ലോ BJP-കാരൊക്കെ പറയാറില്ല, സുരേഷ് ഗോപിനെ പോലത്തെ ആൾക്കാർ കേന്ദ്രം ഏറ്റെടുക്കട്ടെ, കേന്ദ്രം ഏറ്റെടുത്തിട്ട് ഈ കുട്ടികൾക്ക് പരിപാടി നടത്താൻ അവസരം കൊടുക്കുക. അതാണ് അത്. ഇതിനകത്തുള്ള പ്രശ്നം എന്താ? ഇപ്പൊ കലോത്സവം നടത്തുക, ഒറ്റ ആഴ്ച ആദ്യം ആലോചിക്കുന്നുണ്ട് കലോത്സവം നടത്തിയില്ല എന്താ കുഴപ്പം എന്നൊക്കെയുള്ള മട്ടിലുള്ള കക്ഷികളും ഉണ്ട് ഇതിനിടയ്ക്ക്. ഇത് കലോത്സവം നടത്താൻ സമ്മതിക്കരുത്. ഇത് അവരുടെ ഗ്രേസ് മാർക്കിൻ്റെ ഒക്കെ പ്രശ്നമാണ്. എത്രയോ കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, അവരുടെ ഗ്രേസ് മാർക്കിൻ്റെ പ്രശ്നമാണ്. അത് മാത്രമല്ല, ഒരു സർവകലാശാലയിൽ ഈ കേരളത്തിൽ ഒരു സർവകലാശാലയിൽ കലോത്സവം നടത്താൻ സമ്മതിക്കില്ല എന്ന് ഇദ്ദേഹം താൽക്കാലിക VC കട്ടായം പിടിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ നടത്താതിരിക്കാൻ ഉള്ള ഇടപെടൽ നടത്തുന്നു. യൂണിയൻ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നതാണല്ലോ, അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടല്ലോ അത് പരിഹരിക്കാൻ ഇടപെടുകയാണല്ലോ വേണ്ടത്.